ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മ ഇന്ന് വന്നിരിക്കുന്ന ഒരു വ്ളോഗുമായിട്ടാണ്. എന്താണല്ലേ, കാറ് കഴുകുകയാണ്, വേറൊന്നുമില്ല. നമുക്ക് ഫുള്ള് പൊടിയായിട്ട് വെക്കുന്നുണ്ട്. 2-3 ആഴ്ചയായി വണ്ടി കഴുകിയിട്ട്. അപ്പം എൻ്റെ മാമൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വണ്ടീനെ എങ്ങനെ നോക്കുന്നുണ്ടോ അതുപോലെയാണ് വണ്ടി നമ്മളെ നോക്കുക. നടന്ന് ചിരിക്കുന്നുണ്ട് ഒരാൾ. ഓക്കെ, അപ്പോൾ കുഞ്ഞുട്ടനല്ല, ഞാൻ ഇതിടും, ഉറപ്പിടും. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വീഡിയോയിൽ കട്ടില്ല ഗൈസ്, അതാണ്. ഓക്കെ, ഇല്ല, ഇതിന് കട്ടില്ല. ഇനി ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് വീണ്ടും പറയാൻ കഴിയ. പ്രസിദ്ധമായി ഞാൻ വിളിച്ചതാ, ഇതാണ് ആള്. ഓക്കെ, നമുക്ക് ഫുള്ള് കളി. ഞാൻ എന്താ തമാശയല്ല, എന്താ ഞാൻ ഇനി വണ്ടി കഴുകാൻ പോകുന്നത് മുത്തപ്പൻ്റെ അവിടെയാണ്. അവിടെ പ്രഷർ വാഷർ ഉണ്ട്. അപ്പോൾ ഫുള്ള് സെറ്റപ്പ് ആക്കി വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാമറ ഫിറ്റ് ആക്കണം. അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലെ സീറ്റിൽ ഫ്രണ്ട് സീറ്റിലാണ് വെക്കുന്നത്. ഇവിടേക്കാണ് വെക്കുന്നത്. നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെടുക്കണം ഫസ്റ്റ്. ഇതെടുത്തതിന് ശേഷം ഇത് ഞെക്കാം. ഇത് ഞെക്കിയപ്പാട് എന്നിട്ട് പൊക്കാം ഗൈസ്. അപ്പോൾ ഇത് വെച്ചിരിക്കുന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോവാ ഗൈസ്. വണ്ടി കഴുകേണ്ട തുണിയെല്ലാം എടുത്ത് വെക്കണം, അല്ലെങ്കിൽ അത് മറന്നു പോകും. ഓക്കെ, വേറെ എന്താ ഉള്ളത്? ടയർ കഴുകേണ്ട ബ്രഷ് എല്ലാം എടുത്ത് വെച്ചിന്. പിന്നെ ലേക്കറോൾ അത് മണിക്കാം, പീടിയിൽ പോയിട്ട് മണിക്കാം. ഓക്കെ, അപ്പോൾ പോവാ. ചായ ഉണ്ടോ? എല്ലാം വെച്ചിട്ട് സെറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് വേണം എടുക്കാൻ. അതൊരു വിശ്വാസമാണ്. ഓക്കെ, പോവാ. ഞാൻ റിവേഴ്സ് എടുക്കാം. അമ്മേ, മോനെ, അമ്മേ, അമ്മേ, എന്ത് അമ്മയോട് പറഞ്ഞേ പോന്നു? ഓ ഹോ ഹോ ഹോ, ഇവിടെ അല്പം ടാസ്ക്കാണ്. പഞ്ചായത്ത് അറിവിൻ്റെ അപ്പുറം റോഡാക്കിയിട്ട് അപ്പോൾ ഇവിടുന്ന് കോൺക്രീറ്റ് തുടങ്ങുന്നത്. ഒരു ടൈമിൽ ഒരു വണ്ടിക്കേ പോകണം, ഇല്ലെങ്കിൽ പെട്ടും. അപ്പോൾ അതാണ്, നമുക്ക് ലേക്കറോളം മേടിച്ചിടണം. ഓക്കെ, ഇപ്പൊ ചത്തേന് അടുത്ത് വന്നപ്പോൾ ഓർമ്മ ജീവിക്കാതാ. അടുത്താണ് ഒന്നും കൂടി ചാവാനായി. എന്തോന്ന് കൊല്ലാൻ നോക്കുന്ന ഓർമ്മല്ല. എന്ത് കൈമില്ലേ, അടിച്ചോടെ. നമുക്ക് നന്ദേട്ടൻ്റെ അനുവാദം ഇല്ലാതെ വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പം അനുവാദം ചോദിച്ചിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പോൾ നന്നായിട്ടെൻ്റെ വീഡിയോ എടുത്തിട്ടാ ചോദിക്കാനൊരു പേടിയായി. അങ്ങനെ വീട്ടിൽ നിന്നെല്ലാം വിചാരിക്കും വീഡിയോയിൽ എടുത്തിട്ട് വരണം എന്നെല്ലാം വിചാരിക്കും, അത് നടക്കൂല, പേടിയാണ്. ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും, പബ്ലിക്കിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും തോന്നുന്നു. പിന്നെ നമുക്ക് ശരിയാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മുത്തപ്പൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ നിന്ന് ഡോർ തുറന്നിട്ട് മെഷീൻ എടുത്തിട്ട് അവിടെ നിന്ന് കഴുകിയിട്ട് വരണം. ഗൈസ്, അവിടെയാണ് ഫോർച്യൂണർ ഉള്ളത്. ഇതെല്ലാം എന്തിനും ഹോർന്ന്. ഗേറ്റ് തുറന്നിട്ട് വരാം. വണ്ടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് വീട്, മുത്തപ്പൻ്റെ വീടാണ് മിഷൻ ഉള്ളത്. ചാവി എടുത്തിട്ട് വന്നിട്ട് ഗേറ്റ് തുറന്നതിന് ശേഷം വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ട് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ചാവി കിട്ടി, തുറക്കാലോ. വണ്ടിയിൽ ലുക്കൊക്കെ കയറ്റി വെച്ചതിന് ശേഷമല്ലേ. ഓ കാണാനാണ് നമുക്ക് വേണമെങ്കിൽ തമ്പിനയിൽ ആ കാറും ഈ കാറും ഇവിടെ നടുക്ക് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് തമ്പനിയിൽ എടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഫോർച്യൂണർ. അപ്പോൾ നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ കാർ എടുക്കാം. ഓക്കെ, മൈക്ക് ടെസ്റ്റിംഗ് വരുന്നുണ്ടോ? അപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാണ്, എന്നൊന്നും കാണുന്നേ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഫോർച്യൂണർ. ഓക്കെ, ഇവിടെ നമ്മളെ വണ്ടി ഉള്ളത്. ഇവിടെ നിന്ന് കഴുകാം. അതാകുമ്പോൾ ഇവിടെ നിന്ന് കഴുകിയ ചളി എൻ്റെ അപ്പുറത്തേക്കല്ലേ പോകും, ഇവിടെ ഇല്ലല്ലോ. ഓക്കെ, അകത്തേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് സാധനം, മെഷീൻ, കഴുകുന്ന മെഷീൻ. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്ക് ഇതെടുക്കണം, കേബിൾ എടുത്തിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് ഇതെടുക്കാം, മോട്ടർ. എടുത്തിട്ട് ഇതും ഇവിടെ വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് തോക്ക്, ഗൺ. ഓക്കെ, ഉണ്ടല്ലേ, സെറ്റാണ് ഇവിടെ. അപ്പോൾ ഈ കല്ല് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് ക്യാമറ അവിടെ വെച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ ഇത് വീഴും, ഉറപ്പ് വെച്ചിട്ടില്ലേ. ഓക്കെ, ഇത് ഇവിടെ വെച്ചിട്ടുള്ള വ്യൂ കണ്ടു നോക്കാം. ഇതെല്ലാം കഷ്ടപ്പാടുകളാണ്. ഇത് ഇങ്ങനെ വെച്ചിട്ട് കണ്ട് തോക്ക്, ഗൺ. ആരല്ലോ വരുന്നുണ്ട്. പിന്നെ കേബിൾ
എക്സ്റ്റൻഷൻ. ഇത് ഞാൻ ഉള്ളിൽ പോയിട്ട് കുത്തിയിട്ട് വരാം. ഓക്കെ, ഗൈസ്, അപ്പം ഞാൻ ഇത്ര സമയം പറഞ്ഞ് കേട്ടിട്ടുണ്ടാവണമെന്നില്ല. ഓൾറെഡി ഞാൻ സ്വിച്ച് ഓൺ ആക്കിനി ഗൈസ്. അപ്പം നമുക്കൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. പക്ഷേ വർക്ക് ചെയ്യണേ. വർക്ക് ചെയ്യുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. നേരത്തെ മ്യൂട്ടായിട്ടുണ്ടാവും, കാരണം മൈക്ക് ഇവിടെ വെച്ചത് ഞാൻ പോയില്ലേ. പിന്നെ ഉള്ളിലത്തെ സാധനമെല്ലാം എടുത്തിന്. പിന്നെ ഇതെല്ലാം മാറ്റെല്ലാം ഇപ്പം എടുക്കാല്ലേ. പൊടി നോക്കി. പിന്നെ ബുക്ക് അലന്തിരിയിൽ വെക്കുന്ന എല്ലാം നമുക്ക് പുറത്തെടുത്ത് വെക്കാം. പിന്നെ അതിലുണ്ടായാണ് കുപ്പിയെല്ലാം. അച്ഛന്മാരെ കുപ്പിയാണിത്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിൽ വെച്ചത്. പിന്നെ എടുക്കാൻ വിട്ടുപോയി. ഓക്കെ, നമുക്ക് എല്ലാ ഡോറും തുറന്നിട്ടും ഫസ്റ്റ് ഇൻറ്റീരിയർ ക്ലീൻ ആക്കാം. അങ്ങനെയൊന്നുമില്ല, എൻ്റെതായ രീതിയിൽ ക്ലീൻ ആക്കുന്നത്. ഓക്കെ, പൊടി വെക്കേ. അപ്പോൾ നമ്മളെ ഫോൺ വന്ന് iQOO9X ആണ്, Z9X ആണ്. അപ്പോൾ ക്ലാരിറ്റി ചിലപ്പോൾ കുറവുണ്ടാവും, ക്ഷമിക്കുക. 180p എക്സ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് ഇതും കളയുന്നതല്ല, എടുത്തു വെക്കുന്നു. ഡിക്കിയിലെന്തൂല കൂട്ടി നോക്കി. ഒന്നുമില്ല, ക്ലീൻ ആണല്ലോ. ഓക്കെ, ഫ്രണ്ടിലത്തെ മാറ്റ് എടുക്കാനുണ്ട്. വേഗം ധൃതിയിൽ ചെയ്യാം, കാരണം ഭയങ്കര ചൂട്. ഉച്ചക്കൊന്നും അവരെ തെറ്റാണ്, മോട്ടറായിട്ട് വന്നു. അപ്പോൾ ഇത് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വെള്ളം ഓണാക്കി, ഓൾറെഡി പൈപ്പിൽ വെള്ളം ഓണാക്കി. നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ അത് മൈക്ക് വീഴുണ്ടായി, മ്യൂട്ടായിന്. ഓക്കെ, എന്താ ചൂട്. ഇനി നമുക്ക് ലാസ്റ്റ് മാറ്റ് കഴുകാം. ഓക്കെ, ചാവി ഉള്ളിലുണ്ട്, ചാവി എടുത്ത് വെക്കാം, ഇല്ലെങ്കിൽ ലോക്കറ്റായ തീർന്നു. ഓക്കെ, ഗ്ലാസ് കൊണ്ടിരിക്കുന്നവരുണ്ട്. ഓക്കെ, ചാവി എടുത്തു. അപ്പോൾ നമ്മളെ വണ്ടി ഇതുവരെ ഓക്കെ, ഇതുവരെല്ലാം ഓക്കെ. സമയമായി, ഗണ്ണെടുക്കേണ്ട ടൈമായി. ഗണ്ണെടുക്കാം, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് വൈപ്പർ എടുക്കാം, വൈപ്പർ പൊന്തിക്കാം. ഓക്കെ, ഇനി ഗണ്ണെടുക്കാം. ഫസ്റ്റ് എയർ
ഇതിങ്ങനെ ഇരുന്ന് അപ്പോൾ ഇത് വർക്കായി, ഇത് ലൂസായിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഓക്കെ ചെയ്ത് നോക്കിയാലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മിറർ എന്ന് വെച്ചതാ. നമുക്ക് പവർ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. വണ്ടിക്കെല്ലാം ഈ പവർ മതിയില്ല, അങ്ങ് പെയിന്റ് ഇളക്കിയിട്ട് പോകും. മനസ്സിലായില്ലേ? ഇതാണ് അവസ്ഥ. നമ്മൾ ഇത് പ്രസ്സാക്കി ഇതാവും നമ്പർ പ്ലേറ്റ്. നമുക്ക് ക്യാമറ അവിടെ വെച്ചതിന് ശേഷം ബാക്കി കഴുകുക. ഓക്കെ ഓക്കെ അല്ലേ? ഭയങ്കര ചൂട് വണ്ടി. ഓക്കെ, അവിടെ വെച്ചിട്ടുണ്ട് ക്യാമറ. ഫസ്റ്റ് നമ്മളെ ചളി പോവാൻ ഇങ്ങനെല്ലാം ചെയ്യാം. അസൽ സർവീസ് സെന്റർ പോലെയാണിത്. പ്രഷർ വാഷ്. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞോ അറിയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്, എന്നാലും ഞാൻ പറയാം. എന്ത് ചെയ്യപ്പം എൻ്റെ വലിയ മാമൻ പറഞ്ഞിട്ടുണ്ട്, നമ്മ വണ്ടീനെ എങ്ങനെ നോക്കുന്നു അതുപോലെ ആയിരിക്കും വണ്ടി നമ്മളെ നോക്കുന്നത്. ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിലുണ്ടാവണം ഒരു കാർ ഗൈ ആണെങ്കിൽ. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരല്ല, അതായത് എൻ്റെ നാട്ടിലത്തേവരുണ്ട്, ഇവന് ഇങ്ങനെയെല്ലാം പറയും, ഇവർ ഇങ്ങനെയെല്ലാം സംസാരിക്കും, കളിയാക്കും, ചിലപ്പോൾ കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വായടച്ചിട്ട് വെക്കും. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു വ്ളോഗും ഇടും കേട്ടോ ഗൈസ്. പിന്നെ കോളേജ് വ്ളോഗെല്ലാം ഉണ്ടാവും. ഓക്കെ, സെറ്റാക്കാം നമുക്ക്. ആദ്യം നമുക്ക് ഈ വണ്ടി കഴുകാം. ഓക്കെ, ഒരു സൈഡിനെ ആദ്യം പോവാം. സാധാരണ ഞാൻ പാട്ട് വെച്ചിട്ടാണ് കഴുകുന്നത്. പിന്നെ ഫോണ് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പാട്ട് വെച്ചാൽ കോപ്പി റൈറ്റ് വരും. ഓക്കെ, എന്താ ചളി അറിയാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. അതാ ഞാൻ പണ്ട് ചെയ്തൊരു ഇതാണ്. ഇത് വേറെ മോഡുണ്ട്. ഇതാ ഇതിപ്പോ ഈ മോഡിൽ ഒരു ഗ്ലാസ് ഫ്രണ്ടിൽ വെച്ചാൽ പൊട്ടും. അമ്മാതിരി പവറാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ ഇവിടെ റൊട്ടേറ്റ് ആക്കിയാൽ മതി. റൊട്ടേറ്റ് ആക്കുന്നതാണൊക്കെ വൈഡ് ആയിക്കൊണ്ടിരിക്കും. അതാണിത്. ലാസ്റ്റ് വൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടതാ, ക്യാമറക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും ഇതിൻ്റെ ഡ്രോപ്പ് എല്ലാം. നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഒരിക്കെല്ലാം ജസ്റ്റ് ഒരിക്കെല്ലാം വെള്ളം കൊള്ളിക്കുന്ന രീതിയിലെല്ലാം ഇതാക്കാം. മണ്ണ് പോ നോക്കറോ, ബൈക്ക് ഉണ്ടായില്ല ഇല്ലാലോ. ഓ വാ വാ വാ, അടിയിലത്തെ ചളി ഫുള്ള് പോയി ഗൈസ്. സോപ്പ് ഇട്ടിട്ട് ഇതാക്കണമെന്നില്ല, ചെയ്യും നമ്മ. അത് പറയാ വണ്ടി വാങ്ങിച്ചപ്പോ അറിയോ, അതായത് ഞാൻ എന്താ പത്താം ക്ലാസ് 19 അല്ല, പ്ലസ് വൺ കഴിഞ്ഞിട്ടുള്ള വെക്കേഷനില്ലേ, അതായത് ക്രിസ്മസ് പരീക്ഷയുടെ ടൈമിൽ, അല്ല ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ക്രിസ്മസ് വെക്കേഷനിൽ ഞാൻ NSS ഉണ്ടായതാണ്. അപ്പോൾ NSS ക്യാമ്പ് ഉണ്ടായിന് ഇവിടെ സ്കൂളിൽ, കരിച്ചേരി സ്കൂളിൽ. അപ്പോൾ അവിടെ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു ദിവസം ലീവ് വന്നിന് അന്ന്. അപ്പോൾ നമ്മൾ എന്താക്കി, 2 ദിവസം ലീവ് വന്നിന്. തലേദിവസം അവിടുന്ന് വന്നിട്ട് ഉച്ചക്ക് വിട്ടു. അവിടുന്ന് വന്നിട്ട് വൈകുന്നേരം വണ്ടി എടുക്കാൻ പോയതാണ്. ഞാൻ അച്ഛനോട് അപ്പോഴേ പറഞ്ഞിന് ഞാൻ ഇല്ലാതെ എടുക്കാൻ പോകണ്ടാന്ന്. അതുകൊണ്ട് എന്നെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും സാവധാനത്തിൽ എടുത്തതാണ്. ഇതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഓക്കെ ഗൈസ്, അപ്പോൾ ബക്കറ്റ് എടുത്തിട്ടുണ്ട്, ലേക്ക് റോൾ എടുത്തിട്ടുണ്ട്. ഇതാക്കിയിട്ട് പതപ്പിക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട്. കഴിക്കാം, കുറച്ച് വെച്ചാൽ മതി, ബാക്കി ടയറിന് വേണം. ഓക്കെ, ടയറിന് വേണം. എന്നിട്ട് നമ്മൾ ഈ പ്രഷർ വാഷർ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പതിപ്പിക്കും. ഫസ്റ്റ് തെറിക്കുമല്ല,
നല്ല രീതിയിൽ പതയുന്നുണ്ട്. വാവ്. മറ്റേ ഐസ്ക്രീമിന്റെ കേക്കിന്റെ വിപ്പിംഗ് ക്രീം ഇല്ല അതുപോലെ തന്നെ നോക്കറോ. ഓവർ വെള്ളമാകാൻ പാടില്ല, അപ്പോൾ തിക്നെസ് കുറയും. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഇളക്കാം. നോക്കാം, അസിന് നല്ല ഫോമായി. ഇതാ നമുക്ക് നേരെ മിററിലേക്ക് ഒഴിക്കാം. ഓക്കെ, ഇതാക്കാം. നോക്കണ്ടോ? 3, 2, 1. ഓക്കെ, പരിവ നോക്കി. ഇങ്ങനെ ഫസ്റ്റ് ഫുൾ ഇതാക്കാം, പതിപ്പിക്കുന്ന രീതിയിൽ. ഫസ്റ്റ് കാണിച്ചുതരാം, അവിടെ ക്യാമറ വെച്ചിട്ട് കാണിച്ചുതരാം. ഓക്കെ, ഞാൻ കാണിച്ചുതരാതാ. ഇതിങ്ങനെ ബക്കറ്റ് എടുക്കാം, എന്നിട്ട് എൻ്റേതായ രീതിയിൽ എടുക്കുന്നത്. ഇത് ഇങ്ങനെ അല്ലാതെ പറയാം, എനിക്കിങ്ങനെ ഇഷ്ടം. ഫുൾ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വയ്ക്കാം, ഫുൾ വയ്ക്കാം. പേടിയും ഇത് പാപ്പോട്ടം പറഞ്ഞതാണ് എനിക്ക്. ഫുൾ ഒഴിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം തേക്കണ്ടൂന്ന് തുണി എടുത്തിട്ട് ഇവിടെ ചളി വയ്ക്കും. ലാസ്റ്റിൻ്റെത് ഇങ്ങനെ വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, തന്നാലെ ചളി കട്ട ചളിയെല്ലാം പോട്ട്. ഓക്കെ, ഫുള്ളായി. അപ്പോൾ ക്യാമറ കുറച്ചുകൂടി അടുത്ത് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് തുണി എടുത്തിട്ട് കഴുകാം. ഓക്കെ, ഫസ്റ്റ് മിറർ. ഓക്കെ, ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ബോഡി തൊടാൻ പാടുള്ളൂ. അത് ബോഡി വേറെ തുണി കൊണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ് കഴിഞ്ഞു, വേറെ തുണി കൊണ്ട് ബോഡി കഴുകാം. ഓക്കെ, തുണി ഇതാണ്. ഓക്കെ, ഫസ്റ്റ് ഫ്രണ്ട് സൈഡ് ഇടണം. ഓക്കെ, ആ കട്ടച്ചളിയെല്ലാം പോയി. മറ്റേയിൽ മഴക്കാലമായതുകൊണ്ട് ഫുള്ള് ചളി തെറിച്ചിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. റോഡ് ഫുള്ള് ചളിയല്ലേ. നമ്പർ പ്ലേറ്റെല്ലാം നല്ല പോലെ വൃത്തിയാണ്, സ്ക്രാച്ച് ആവാത്ത രീതിയിൽ ചളി എടുക്കാം കേട്ടോ. കുറച്ച് എല്ലാം പോയിട്ടൊന്നുമില്ല, കുറച്ച് മാത്രമേ പോയിട്ടു. സർഫിൽ നമുക്ക് ഫ്രണ്ട് സൈഡ് ഫസ്റ്റ് പിടിക്കാം, ഇല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. അങ്ങനെ ഫുൾ ഇതുപോലെ ചെയ്യുക, തുടക്കാൻ എൻ്റെ ഇത് വാഷ് ചെയ്യുക. അപ്പോൾ എല്ലാം എടുക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, നമുക്കിത് ബോറടിക്കാതെ ഒരു നല്ലൊരു വ്ളോഗാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയല്ലോ, ഫുള്ള് ചെയ്തിട്ട് ഫുള്ള് കഴുകിയിട്ട് പറയാം, ബാക്കി ചെയ്യാനുള്ളത് അപ്പോൾ പറയാം. ഓക്കെ ഗൈസ്, അങ്ങനെ അപ്പോൾ ബോഡി ഫുള്ള് കഴുകി. ഒരു പൂച്ച ഉണ്ട്, എൻട്രി ലെവൽ പൂച്ച. എന്താണ് പറയാനുള്ളത് പൂച്ച? പോയി പൂച്ച പോയി. ബോഡി ഫുള്ള് ഊപ്പാട് പോയി. ഫസ്റ്റ് എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടാവും വണ്ടി കഴുകാൻ, പിന്നെ ഒരു പകുതി ആകുമ്പോൾ ഒരു വേണ്ട മടി തന്നെ. ഇവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ. പകുതി വരെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടായി ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷം. പിന്നെ അങ്ങോട്ടൊരു മടി, ഒരു തേച്ച് എത്ര ഇത്. പിന്നെ ബോറിലത്തെ വെള്ളമായതുകൊണ്ട് ഒരു കറുത്ത ഡോട്ട് ഉണ്ടാവും, അതിങ്ങനെ കളയുമ്പോൾ ഒരു ബെനയാണ്. ദാഹിച്ചിട്ടും കഴിയുന്നില്ല. എൻ്റെ ഇത് കുറച്ച് വെള്ളം കുടിച്ചു, പൈപ്പ് ഇത് ബോറിലത്തെ വെള്ളം. ദാഹിക്കുന്നു, പിന്നെ എന്താകണ്ടേ. ആ ബോട്ടിലാണെങ്കിൽ വെള്ളവുമില്ല. ഇനിയിപ്പോൾ ബോഡി കഴുകി, ഇനി ടയർ കഴുകണം. പിന്നെ ഉള്ളിൽ പൊടിയില്ല, കാരണം കഴിഞ്ഞ കഴുകുമ്പോൾ ഫുള്ള് ഇതാക്കിന്. ആ മാറ്റിൽ മാത്രമേ ഉണ്ടായിട്ട് മണ്ണ്. പിന്നെ ടയർ കഴുകിയിട്ട് പിന്നെ മാറ്റ് കഴുകണം. ഇതാണ് വണ്ടിയുടെ ലുക്ക്. ആടൊരു വണ്ടിയുണ്ട്, അവിടെയാണ് ക്യാമറ വെച്ചോണ്ടുണ്ടായത്. ട്രൈപ്പോഡാക്കി ഫോർച്യൂണറിനെ. ആ ഒരു ലുക്ക് കണ്ടേ, നോക്കിയേ.
വീടിന് തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു ലുക്ക് നോക്കണം വണ്ടിയുടെ രണ്ട്. ഓ വേറെ ലുക്കാണ്. അപ്പോൾ ടയർ കഴുകുക. നമുക്ക് ഇവിടെ ക്യാമറ വെച്ച് നോക്കാൻ. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ ക്യാമറ നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു ടയർ കഴുകാം. ബാക്കിയെല്ലാം അറിയുന്നില്ല. ഇതെല്ലാം കഴുകിയിട്ട് ഒരു മടുപ്പാണിപ്പോൾ, എന്താണെന്ന് അറിയില്ല. മുമ്പ് കഴുകാൻ ഭയങ്കര കൊതിയുണ്ടായിന്, ഇപ്പോൾ ഭയങ്കര മടുപ്പാണ്. ഓക്കെ കഴുകാം. ഗണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇത് കഴുകാം. ഓക്കെ എന്തായി ആ പോയി 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 ഇല്ല പോയിട്ടാ. യെസ് പവർ എത്ത്. വണ്ടി ഫുള്ള് ബോർ വെള്ളത്തിൽ പോയിട്ടോ. ഈ സർവീസ് സെന്ററിന് ബോർ വെള്ളം കിണറ്റിനൊക്കെ ചളി പോകാ ചളിതാ എന്നിട്ടുണ്ട്. ബാക്കി ഇനി ലേക്കറോട് എടുത്തിട്ട് ഫുള്ള് ഇതാക്കി നല്ലോണം സെറ്റാക്കാം. ഓക്കെ ഇത്ര മതി. വേനയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നവരെ അത് ശരിയല്ല. നമ്മൊരു വളപ്പിലേക്ക് എത്തി നോക്കുന്നത് ശരിയല്ലല്ലോ. അവരുടെ പെർമിഷൻ ചോദിക്കാതെ വളപ്പിൽ എത്തി നോക്കുന്നത് ശരിയല്ലല്ലോ. അതുപോലെയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ നോക്കുന്നവരുടെ അവസ്ഥ. കേട്ടുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കാം. പറയണ്ട എന്ത് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, വ്ളോഗ് അത്രേ ഉള്ളൂ. ഓ കുറച്ചൊക്കെ ആക്കാം. മാച്ചിനും വേണ്ടേ. കണ്ണൻ വന്നു ഗൈസ്. കുറച്ച് ടീം നോക്കുന്നുണ്ടാവും. പെപ്പാവിക്കോ മറ്റേതോ മാശാമ്പിയറോ പാട്ട്. ഓ ഒരു വീശ അങ്ങോട്ടും ഒരു വീശ അങ്ങോട്ടും ആകുമ്പോൾ ചോറിന് ടൈമായി. മറ്റേ ദുൽഖറിൻ്റെ ഇതില്ലേ. ഈ വ്ളോഗ് എടുക്കുന്നതിന് സമ്മതിക്കണം. ഇപ്പം എങ്ങനെ ഇതെല്ലാം പറ്റുന്നത്. ഫസ്റ്റിങ് തന്നെ അല്ലേ എടുക്കണ്ടേ, വർക്കും. ഇനിയിപ്പോൾ പബ്ലിക്കിലെല്ലാം പോയിട്ട് വ്ളോഗ് എടുക്കേണ്ട എൻ്റെ അവസ്ഥ അല്ലേക്കറോ. കളിയാക്കിയിട്ട് കൊല്ലും. അതൊന്നാമത് ഐഫോണും അല്ല, ഇപ്പോൾ കുന്തളിപ്പ് എന്ന് പറയും. ഒന്നും സാലപ്പോട്ട് ഫുള്ള് നല്ല പാങ്ങ് തേച്ച് മിനിക്കാം. ടയർ ഇങ്ങനെ പേസി ഇതെല്ലാം കഴുകിയിട്ട് ആ റോഡിലൊക്കെ ഇറക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ പ്രസൻസ് ഉണ്ട്, റോഡ് പ്രസൻസ്. അത് ബ്ലാക്ക് വണ്ടിക്കേ ഉണ്ടാവും. എന്നാലും സ്വന്തം വണ്ടി എല്ലാവർക്കും ഫസ്റ്റത്തെ വണ്ടി ഇത് തന്നെയല്ലേ. കറക്കായിട്ട് ഇവിടെ കുറച്ച് ഇതാക്കാം. ഇവിടെ നിന്ന് ചളി ഉണ്ടായില്ല, കാരണം പ്രഷർ വാഷർ യൂസ് ചെയ്തതല്ലേ. ഇതാ ഇതിട്ട് ഇങ്ങനെ ആക്കാം സൈഡ്. ഇത് നമുക്ക് കളയാം. ഓക്കെ ഫസ്റ്റ് ഇത് കളയാം. അല്ല പോയിന് ടയർ. അങ്ങനെ ബാക്കി 3 ടയർ ഇങ്ങനെ കഴുകാം. ഓക്കെ അപ്പം അത് ചെയ്തിട്ട് കാണാം. അപ്പം അങ്ങനെ ടയർ കഴുകി മുഷിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിപ്പോൾ ബോഡിയിലത്തെ ഒഴിച്ച വെള്ളം അങ്ങനെയുണ്ട്. അപ്പം എന്താക്കാം, വേഗം തുടച്ചിട്ട് വീട്ടിലേക്ക് പോകാം. നല്ല ഫ്രെയിമാണ്. നമുക്ക് നല്ല വെയിലടിക്കുമ്പോൾ ഒരു ഷൈനിങ് ഉണ്ടായിന്, മനസ്സിലായില്ലേ. ഉറക്കവും വരുന്നു. എന്തെല്ലാം മാറ്റും കഴുകാണ്ട് എന്താക്കല്. സ്പീഡപ്പ് ചെയ്യാം. മാറ്റ് കഴുകി നോക്കണം, വെക്കാം. ഓക്കെ പിന്നെ നിങ്ങൾ ഈ വീഡിയോ വേണ്ടി തന്നെ ജഡ്ജ് ചെയ്യണ്ട, കാരണം ഭയങ്കര ക്ഷീണം. ഉറക്കില്ല. ഈ വണ്ടി കഴുകുന്നൊരു മടി പിടിച്ച പണി ഫസ്റ്റല്ല. ഇപ്പോൾ ഒരു ബെന അവസാനം കഴിയുന്ന ഒരു ബെനയാണ്. നല്ല കഴിക്കാൻ പോകുമ്പോൾ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
അപ്പോൾ എന്താക്കുക ഇവിടെ വെക്കാം, എന്നിട്ട് തുടച്ചിട്ട് മാറ്റ് കഴുകിയിട്ട് പോവാം. ഓക്കെ, ഇതെല്ലാം എടുത്ത് വെക്കണം, ഈ മെഷീനെല്ലാം എടുത്ത് വെക്കണം. ഓക്കെ, അല്ല ഗൈസ്, അപ്പോൾ നേരത്തെ വെച്ചെടുത്ത് തന്നെ ക്യാമറ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, കുപ്പായിരം പക്ഷേ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഷർട്ട് പോയിട്ട് ബനിയൻ പോയിട്ടാണ് കഴുകുന്നത്. പിന്നെ വൺസ് എല്ലാ ഞായറാഴ്ച ഓരോരോ വീഡിയോ വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് വെക്കാമെന്നാണ്. പിന്നെ അതിന് കോളേജെല്ലാം തുടങ്ങിയപ്പാട് പഠിക്കണം, അത് വേറെ കാര്യം, പഠിക്കും. അതിനിടയ്ക്ക് ഒരു പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. അപ്പോൾ അതിന് എന്താ വേണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കഴിഞ്ഞത്ര ഇത് എൻ്റെ ഒരു ഇതുകൂടിയാണ്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, പുറത്തൊന്നും സംസാരിക്കുക പോലും ഇല്ല. അപ്പോൾ ഇൻട്രോവേർട്ട് ടു എക്സ്ട്രോവേർട്ട് ആ രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ചേഞ്ചാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും മിണ്ടണം. ഞങ്ങൾക്കൊരു 4-5 ആൾ കൂടുന്നിടത്ത് പോകാനൊരു പേടിയാണ്. പേടിയല്ല, എന്നെ അങ്ങനെ ആക്കി കൊറോണ. ആ ടൈമിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നതല്ലേ, പറ്റയില്ല. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും, സർവ്വസാധാരണയാണ്. അപ്പോൾ എന്താക്കുക, ത്രില്ല് പറയാൻ വേഗം തുടക്കാം, എന്നിട്ട് പുരാണം പറയാം. ഓക്കെ, ഇല്ലെങ്കിലേ ശരിയാവില്ല. തുണി കൊടുത്തു, തുണി തുണി എവിടെ? ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ഗ്ലാസ് കൊടുക്കുക, ഗ്ലാസിൻ്റെ തുണി അത്, ഇല്ലെങ്കിൽ ഡോട്ട് വരും. ഇപ്പോഴേ ഉണങ്ങി, ഫുൾ ഉണങ്ങി. മടി എന്തൊരു പേന ദൈവേ. അതിന് മുമ്പ് കഴുകുന്നതിന് മുമ്പ് ഒന്നും ഉണ്ടായില്ല, പേനയൊന്നും ഉണ്ടായില്ല. ഇത് തുടങ്ങിയ പാടൊരു പകുതി നമ്മളാണ് പേന. ഇത് എത്രയോടെ പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ. അത് മാത്രം ഒറ്റക്ക് കഴുകുന്നത്, അനിയൻ കൂടി സഹായിക്കുന്നു. അവൻ കളിക്കാൻ പോയി. ഫുള്ള് മിറർ ഫസ്റ്റ് ക്ലീൻ ആക്കാം, വെള്ളമില്ലാതെ പിഴിഞ്ഞിട്ട്. അപ്പുറം ഇപ്പുറം വീട്ടുന്ന ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്. എന്നാലും ഞാൻ ചെയ്യും വ്ളോഗ്. എനിക്ക് എൻ്റെ പാഷൻ ഞാൻ ഫോളോ ചെയ്യും. ഇനി സൺ റൂഫിൻ്റെ ഗ്ലാസ്, അതിന് ടെക്നിക്ക് ഉണ്ട്. ഇങ്ങനെ ഒഴിക്കാം, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കാം. ഇത് ഇങ്ങനെ ഇതാക്കിയത് അതിൽ ഗ്ലാസ് മാത്രം പോയി. ബോഡിക്ക് ടച്ച് ചെയ്താൽ അതിൻ്റെ ഒരു ഇതുണ്ടാവും, മനസ്സിലായില്ലേ? തെരിപ്പുണ്ടാവും. അപ്പുറത്ത് ചെയ്യാം, ലാസ്റ്റ് അപ്പുറത്തും കൂടി ചെയ്താൽ ഗ്ലാസ്സായി. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ല. അത് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം, എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇവൻ്റെ വീഡിയോ നോക്കിയിട്ട് എന്ത് പോകണം, അങ്ങനെ ജസ്റ്റ് നോക്ക്, ഒരു 5 മിനിറ്റ്, 1 മിനിറ്റ്, ഫസ്റ്റത്തെ 1 മിനിറ്റ് നോക്ക്. എല്ലാ വീഡിയോസിൻ്റെയും ഇട്ട വീഡിയോസിൻ്റെ ഫസ്റ്റ് തന്നെ എല്ലാവരും എന്തിപ്പോൾ ഇതെന്നല്ലോ മെല്ലെ മെല്ലെ പടി കയറിയല്ലേ ഇവർ എന്തിപ്പോൾ ഇതിനു മുമ്പ് ഈ വ്ളോഗേഴ്സിൽ എത്തിയത്. അതായത് ഈ വീഡിയോ ചെയ്യുന്നവർ ഏതായാലും ഏത് ഫീൽഡിലാണെങ്കിലും നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. ഏത് ഫീൽഡിലാണെങ്കിലും ഒരു സ്കില്ല് വേണം അതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ബോഡിയിലെ തുണി ഉപയോഗിക്കുക, ഇതല്ല വേറെ തുണി. ഇതാണ് ബോഡിയിലെ തുണി. അപ്പോൾ ഇത് വെച്ച് നടക്കാം. ഈ വീഡിയോ എത്ര ലെങ്ത് ആവുന്നൊന്നും അറിയില്ല, മടുപ്പ് പിടിപ്പിക്കില്ല. കാരണം ഞാനും ഒറ്റക്കയില്ല, നിങ്ങളെ പോലെ ഞാനും ഒറ്റക്കയില്ല. ആരും എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല. പിന്നെ ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തിയപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നുണ്ട് പണ്ടേത്തെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇങ്ങനെ ഫ്രണ്ടായി. ഒന്നും കൂടി പിഴിഞ്ഞിട്ട് കഴിഞ്ഞ ഫ്രണ്ട് ഫുള്ള് ഫസ്റ്റ് ചെയ്ത ആ സെക്ഷനായില്ലേ. ആ സർവീസ് സെൻ്ററിലെത്തി പണിയെടുക്കുന്നവർ സമ്മതിക്കുന്നുണ്ട്. ഒരു ദിവസം എത്രയും വണ്ടി കഴുകുന്നത്, മടുപ്പ് പിടിച്ച് ചാവുമല്ലോ അല്ലേ. മഴ വരുന്നുണ്ട്, വേഗം തുടച്ചിട്ട് പോവാം. ഓക്കെ, മഴ വന്നാൽ പോയി ഇത്ര തുടച്ചാലും വൃത്തിയോ. മഴ പെയ്യല്ലേ ദൈവമേ, മഴ വന്നാലും സാറില്ല.
മതി. ബെന വന്നത് തന്നെ ഗൈസ്. സെറ്റാണ്, ബോഡി സെറ്റേ. അങ്ങനെ ഈ മാറ്റെല്ലാം കഴുകണം. മാറ്റെല്ലാം ഓക്കെ. അയ്യോ പെട്ടെന്ന് കഴുകാം. എന്താണെന്ന് അറിയാം, വണ്ടി മുമ്പിലോട്ട് വെക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ ചളിയാവും. വണ്ടി നമുക്ക് കുറച്ച് മുമ്പിലോട്ട് വെക്കാം. അല്ലെങ്കിൽ വേണ്ട, വണ്ടി മുമ്പിലോട്ട് വെക്കണ്ട, കുറച്ച് ഇവിടുന്ന് കഴുകാം. ഇവിടുന്ന് ഇതിൻ്റെ എല്ലാം കോലം നോക്കി. ഇത് ഇവിടുന്ന് കഴുകാം. അധികം ഓവറൊന്നും ആയില്ലല്ലോ. ഉപ്പാഴൽ ഓക്കെ. മറ്റേ സർഫിൻ്റെ ബക്കറ്റ് എടുക്കാം. ഇത്തു മെഷീൻ എടുക്കാം. കുറച്ച് ഇൻട്രസ്റ്റ് വന്നാൽ കുറച്ച് ചെക്കണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ ബോറടിയില്ലാതെ ചെയ്യായിരുന്നു. ഇപ്പോൾ ഭയങ്കര ബോറടി. നോക്കിക്കോ. ബ്രഷ് എടുത്തിട്ട് തേക്കാം. ചളിയാണ്, മടിയുണ്ട്. ഫസ്റ്റ് കഴുകണ്ട, ലാസ്റ്റ് വീട്ടിൽ വെക്കാം. ഡിക്കിയിൽ വെച്ചതിന് ശേഷം വീട്ടിൽ വെക്കാം. അങ്ങനെ എല്ലാം കഴുകാം. ഓക്കെ, ഇവിടെ വെക്കാം. അപ്പം അങ്ങനെ ബാക്കിയെല്ലാം കഴുകിയിട്ട് വരും. എന്നിട്ട് നമുക്ക് ഈ 2 വണ്ടി ഇവിടെ വെച്ചിട്ടില്ല ഫോട്ടോ എടുത്തിട്ട് തമ്മിലെടുക്കാം കേട്ടോ. എന്തിപ്പോൾ ഇത് മാറ്റെല്ലാം കഴുകി. പിന്നെ ഞാൻ എന്താക്കി, ഡോറിൻ്റെ കരയിലെ ഭാഗമെല്ലാം കഴുകി, സൈഡ് ഭാഗം എങ്ങനെയെല്ലാം വൃത്തിയാക്കാൻ പറ്റുന്നതെല്ലാം കഴുകി. പിന്നെ ഉള്ളിൽ കുറച്ച് പൊടിയാണ്, അതൊന്നും ക്ലീൻ ആക്കിയിട്ടാണ്. ഓക്കെ, ഞാൻ ഇവിടെ ക്ലീൻ ആക്കാനുണ്ട്, ബാക്കിയെല്ലാം ഓക്കെ. പിന്നെ എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഉള്ളിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി നിരക്കാൻ നോക്കാം. അതായത് ഈ ഫോർച്യൂണർ ഇവിടെ വെക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതൊന്നും കാണിക്കുന്നില്ല, ഇതെല്ലാം വൻ ബോറായിരിക്കും. എന്നാലും നമുക്ക് ജസ്റ്റ് ഒക്കെ നോക്കാം. തമ്പനയിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് നോക്കി, ഫുള്ള് കാലിയായില്ലേ. ഇനി ഈ വണ്ടി ഫോർച്യൂണർ എടുത്തിട്ട് അവിടെ വെക്കാം. എന്നിട്ട് ഇവിടെ ക്യാമറ വെച്ചിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഇതിവിടെ ടൈമർ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഓക്കെ, സെറ്റാക്കാം. അപ്പോൾ ഇത് വെക്കാം. ക്യാമറ വെച്ചിട്ടുണ്ട്. ഓക്കെ, വണ്ടി സ്റ്റാർട്ടാക്കാം. ഈ സൈഡിൽ ഡോർ എടുക്കാം. വണ്ടി ഫിറ്റ് ആവണ്ടേ. ഓക്കെ, ഇപ്പോൾ കറക്റ്റ്. എന്തൊരു സൂക്ഷിച്ചിട്ടുണ്ട്. ആ സൗണ്ട് ആക്കി. അത് ടൊയോട്ട ലാൻഡ് ക്രൂസർ കഴിയാമോ? എങ്ങോട്ട് തിരിക്കാം. അടുത്ത ഫ്രെയിം എടുത്തിട്ടുണ്ടാവല്ലേ. ഇനി റിവേഴ്സ് പോവാ.
അടുത്ത് പോയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ടയർ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, വണ്ടി ഫോർച്യൂണർ തന്നെ ഭയങ്കര, പക്ഷെ നമ്മളെ വണ്ടിക്ക് ഫസ്റ്റ് വില കൊടുത്തിട്ടേ ബാക്കി വണ്ടിക്ക്. അതെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ. ചായ എടുക്കാം, ലോക്കായിക്കോണ്ട. ഡോർ തുറക്കാം. ഇപ്പൊ സെറ്റായി. അടുത്തുണ്ട്. ഈ പാട്ടം കൊണ്ട് പറ്റേക്കാം. ഇത് മുട്ടുന്ന പോലെ ഉണ്ടല്ലേ, പക്ഷെ ഇത് ശരിക്കും മുട്ടുന്നില്ല. ഇതാ കണ്ടാ കാൽക്കുലേഷൻ്റെ മറ്റേ ഒന്നുമില്ല പറയാം. ഇത് നിങ്ങൾക്ക് ഞാൻ അടുത്ത് കാണിച്ചാൽ അടുത്തുനിന്ന് ഇതാ ഏതാ ലുക്ക് ഉണ്ടല്ലേ. ഒരു ഫോട്ടോ എടുത്തിട്ട് വെക്കാം. എൻ്റെ വൈപ്പർ ഇതാക്കാം. ലുക്ക് തന്നെയല്ലേ കാണിച്ചാൽ ആക്കി. ഇത് ഞാൻ പറയുമ്പോൾ ഇത് ഞെക്കണം കേട്ടോ. ഗൈസ്, അപ്പം അമ്മേരെ ചെയ്യുമ്പോൾ ക്യാമറ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ അറിയാലോ. ഫോട്ടോ എടുക്കേ, ഫോട്ടോ എടുക്കേ. ഇല്ല, ഫോട്ടോ എടുക്കേ. അതിൻ്റെ ഫോട്ടോ എടുക്കേ. ഞെക്കിയാ എങ്ങോട്ട്? നല്ലുണ്ടാ, നല്ലുണ്ടാ. ലാസ്റ്റ് ലാസ്റ്റ്. അപ്പം ഈ എന്തിപ്പോൾ വണ്ടി കൊണ്ടച്ചെടുത്ത് തന്നെ വെക്കുന്നത്, ഇത് അടയ്ക്ക് വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതും കൊണ്ട് ഈ മാറ്റ് ഡിക്കിയിൽ വെച്ചിട്ട് പോവാം. ഓക്കെ, എന്താണ് സെറ്റ്. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു. എല്ലാം എടുത്ത് വെച്ചു. ഫോർച്യൂണർ ഇവിടെ വെച്ചു. ഇവിടെയാണ് ഉണ്ടായത്. പിന്നെ വണ്ടിയിലെല്ലാം എടുത്ത് വെച്ചു. മാറ്റ് എടുത്ത് വെച്ചു, തുണി എല്ലാം എടുത്ത് വെച്ചു, പിന്നെ ബ്രഷ് എടുത്ത് വെച്ചു, എല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഒന്നും ചെയ്യില്ല, ചളിയൊന്നുമില്ല, എല്ലാം വൃത്തിയാക്കിനി. അതിന് മുമ്പുണ്ടായ മഴയില്ല, ചളിയാണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ച് മാറ്റ് ആടുന്നിടാം. പിന്നെ കുറച്ച് പൊടിയുണ്ട്, മടിയാണ്. നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം. ഓക്കെ, ഗേറ്റ് വണ്ടി പുറത്ത് വെച്ചിട്ട് അടക്കാം. ഇതാണ് വണ്ടിയുടെ ബാക്ക് വശം. ഇതാണ് വീട്. അപ്പോൾ എത്രയും പറയാം, പറഞ്ഞ് പറയാൻ കയറുന്നുള്ളിൽ. ഓ ഗൈസ്, അപ്പോൾ പോവാം. ഡോറാണ്. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് ഇട്ട് പോവാം. എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് പോവുകയാണ്. ഇങ്ങനെ അടിക്കാം. കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് വണ്ടി നിർത്തിയിട്ട് ഗേറ്റ് പൂട്ടാം. മനസ്സിലായില്ലേ? പൂട്ടുന്നു.
അവസ്ഥ. കൂട്ട് പൂട്ടിയിട്ട് ദിവസം അങ്ങനെ ചാവി എടുത്തു. എന്തിപ്പോൾ പൂട്ടിയിട്ട് ചാവി എടുത്ത് വെക്കുന്നു. ചാവി എടുത്ത് വെച്ചു. നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് വെച്ചിട്ട് അവിടെ കണ്ണൻ വന്നിട്ടുണ്ട്. അതാണ് ഹൈലൈറ്റ്. കണ്ണൻ കൊച്ചുടി വെക്കുന്നുണ്ട്. നമുക്ക് വേഗം പോവാം. ഓക്കെ. അച്ചളൊക്കെ അച്ചള് നമ്മുടെ നാട്ടിൽ അച്ചള് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തി പറഞ്ഞത് കമൻറ്റ് ചെയ്തിട്ടോ. ഓക്കെ. ഓക്കെ. വല്ലേ പോവാം നമുക്ക്. സീറ്റ് ബെൽറ്റ് ഇടാത്തല്ലേ ഇവിടെ അടുത്തേക്ക് ആയിട്ട്. ഇവിടെ ഹൊറർ, ഇവിടെ ഭയങ്കര ഡേഞ്ചർ. കണ്ണൻ ജയശ്രീ ഒരാളുണ്ട്. ഈ കോൺക്രീറ്റ് കഴിഞ്ഞില്ല റോഡില്ല, ഭയങ്കര അൽമാണ്. ഇതിന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കണം. എന്തെന്ന് ഇത് നിങ്ങളെല്ലാം എന്തിനും നമ്മ സെലക്ട് ആക്കിയ ഇലക്ഷനിൽ അതിന്റെ കൂറ് നിങ്ങൾ കാണിക്കണം. അപ്പൊ ആ വോട്ടിന്റെ ടൈമിൽ മാത്രം വന്നാൽ പോരാ, ഇതിനെല്ലാം വരണം. സോ ഗയ്സ്, ഇതാണ് എൻ്റെ വീട്. വീട്ടിലൊക്കെ എത്തി. പാർക്കിങ്ങിൽ വെക്കാം. ഇങ്ങോട്ട് അടുപ്പിക്കാം. ഇതിങ്ങനെ വെക്കാം. ഇതിങ്ങനെ ഫുള്ള് തിരിച്ചിട്ട് കുറച്ചും കൂടി മതി. പെർഫെക്റ്റ്. ഗിയർ ഇതാക്കി പറഞ്ഞെടുക്കാമല്ലേ. ഓഫാക്കാം. ഓഫാക്കിയിട്ട് കുറച്ചുണ്ട്. സോ ഗൈസ്, അങ്ങനെ വീട്ടിലേക്ക് എത്തി. നടക്കും ചേച്ചി, പോകുമ്പോൾ പഠിക്കാൻ തുടങ്ങിയാലാണ്. ഭയങ്കര പഠിപ്പിയാണ്. പിന്നെ ഒരു വ്ളോഗും കൂടി വരാൻ പോകുന്നുണ്ട് അമ്പൂട്ടൻ്റെ കല്യാണത്തിന്. നമുക്ക് അല്ലേ അപ്പോൾ വണ്ടി കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മടുത്തു. ഇത് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ടാണ്. വരണം അങ്ങോട്ട്. വേണ്ടേ അപ്പൊ എന്നാ ഇതാക്കാൻ പാടില്ല. സോ ഗയ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, ബൈ.